പിന്നെ റെസ്റ്റാണ് സാറേ. ഇനിയിപ്പോൾ മീറ്റിംഗ് നമ്മളൊരു 9:30 ആകുമ്പോൾ കഴിയും. 2-2.5 മണിക്കൂറത്തെ മീറ്റിങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി രാത്രി കിടന്നുറങ്ങാം. ഫുൾ റെസ്റ്റാണ്. ഭക്ഷണം കഴിക്കുക, സമാനമായിട്ട് കിടന്നാൽ മതി. ഒരു കുഴപ്പമില്ല. ഗുളിക ഞാൻ മേടിച്ചു തരാം. നിങ്ങളുടെ പേരെന്താ? മൻപത്. ഓ ശരി. സാറിൻ്റെ പേര് ഇതിൽ എഴുതിക്കണമെങ്കിൽ സാറേ എനിക്കത് മനസ്സിലായില്ല. സത്യശീലൻ സത്യശീലൻ. ഓക്കെ, സ്ക്രീനിൽ കിടക്കും. നല്ല ഉഷാറായിട്ട് കിടക്കും. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ രാഘവേട്ടനെ കൊന്നിട്ട് ഇവിടെ ഇരിക്കണം. രാഘവേട്ടൻ പോയോ? അയാളെ നെഞ്ചൂരിട്ട് ഇവിടെ കൊണ്ടുവന്ന് താൻ പരിശോധിച്ചോ? താൻ പരിശോധിച്ചോളൂ. താൻ ഒന്നും ചെയ്തില്ല. ഒരാളിന് വയ്യെങ്കിൽ താൻ എന്താ പറഞ്ഞത്? അയാൾക്ക് ഒരു കുഴപ്പമില്ല. എന്തോ ഒരു ഗുളിക എഴുതി കൊടുക്ക. ആ ഗുളിക ഞങ്ങള് കുഴച്ച് വീട് സ്തംഭനമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. ഇതിനിടെ ഡോക്ടറെ ആക്രമിച്ച പ്രതികളെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം നിസാര കുറ്റം ചുമത്തി വിട്ടയച്ചതിനെതിരെ ഡോക്ടർമാരുടെ അസോസിയേഷൻ പ്രതിഷേധിച്ചു. അതിപ്പോ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആരെയാലും വിട്ടുപോകില്ല. ഇതിനൊക്കെ മൂട്ടി കുത്തി. ഇതിനിടെ ഡോക്ടർക്ക് ധൃതി വെച്ച് സ്ഥലം മാറ്റ ഉത്തരവ് വന്നതും വിവാദങ്ങൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാണിക്കുന്നത് നിങ്ങളൊക്കെ. നല്ല പെരുമാറ്റം. നല്ലൊരു ഡോക്ടറാണ്. ഇനി ഇവിടെ വരാൻ പറ്റില്ല എനിക്ക്. എന്താണ് കാലത്ത് വന്നാണല്ലോ. അവന്റെ കാര്യമൊന്നും പറയണ്ട, വെറുതെ ആവശ്യമില്ലാതെ വന്ന് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇവന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അയാളുടെ കൂടെ വന്നാണ് ഇവൻ. അപ്പൊ അപ്പുറത്തെ ആ വനിതാ വാർഡിൽ ഒരു മെല്ലിച്ച ചേച്ചി ശ്വാസം മുട്ടായിട്ട് വന്ന് കിടന്നല്ല. അവര് പോയി, അവരെ നോക്കാൻ അവരുടെ മോള് നിപ്പുണ്ടായി. അപ്പൊ ഇവനും ആ കൊച്ചും കൂടി എന്തോ ക്യാൻറ്റീനിൽ പോണ സമയത്ത് കണ്ട് പരിചയപ്പെട്ട് ഇവനെന്തോ ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തപ്പോ അതൊന്ന് ചിരിച്ച് ഈ ഭ്രാന്തനോർത്ത് ഇവനോട് പ്രേമമാണ്. അപ്പൊ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്നപ്പോ ഒരു മനപ്രയാസം ഇവിടെ കാണണോ. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി വിഷോ ഏതാണ്ടൊക്കെ എടുത്ത് കുടിച്ചിട്ട് വന്ന് കിടക്കുകയാണ്. ഇവൻ ഇവിടെ വന്നപ്പോ അവര് ഡിസ്ചാർജ് ചെയ്ത് പോയി. വന്നതൊക്കെ മൂട്ടി കത്തി കുത്തി കയറ്റണ അതെയാണല്ലോ. ശരി, ഞാൻ ആവശ്യമില്ലാത്തതിലൊന്നും ഇവിടെ നിൽക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇപ്പൊ? ആശ്വാസം ഉണ്ടാ? വീട് എവിടെയെന്നും വല്ലതും ചോദിച്ചായിരുന്നാ? ഫോൺ നമ്പറാ? അവളുടെ പേരെന്താന്നറിയോ? അത് പറഞ്ഞു. ഇവനൊക്കെ ചാകയാണ് നല്ലത്. ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കെട്ടി തിരിയാതെ ആ വനിതാ വാർഡ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വേണം ഒന്ന്. അച്ഛൻ്റെ വേറെ പണിയൊന്നുമില്ല. അവന് കിട്ടുമെങ്കിൽ പിന്നെ നിനക്ക് കിട്ടൂലേ? ശീതളൻ അല്ലേ? എങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ശീതളൻ നാളെ ഡിസ്ചാർജ് ആവാൻ അല്ലേ? നാളെ പോവാം കേട്ടോ. ഡോക്ടർ നമ്മുടെ സത്യശീലൻ ഡോക്ടർ ഇനി വരുമോ? എന്തിനാ അയാളെ ഇനിയും തല്ലിച്ചതയ്ക്കാനാ? നശിച്ച് നാരായണക്കല്ല് പിടിച്ചിരുന്ന ഈ ഹോസ്പിറ്റലിലെ ഈ പരുവത്തിലാക്കിയത് ആ ഡോക്ടറാ. എന്നിട്ട് അയാൾക്ക് ഗതി വന്നു. അതെ, ഊണും ഉറക്കമില്ലാതെ സാർ എന്തോരം കഷ്ടപ്പെട്ടതാ. അപ്പൊ തൃപ്തിയായി. ഈ അക്രമത്തിനെതിരെ സമരം ചെയ്യണമെന്ന് ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനിച്ച. പക്ഷെ അത് രോഗികളെ ബാധിക്കുന്നു പറഞ്ഞ് അത് വേണ്ടെന്ന് വെപ്പിച്ചതും സത്യശീലൻ സാറാണ്. അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു. വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു സാർ. അതിപ്പോ എല്ലാരും നിങ്ങളെ പോലെ അല്ലല്ലോ. പാർട്ടിക്കാരെ അയാളെ തല്ലിച്ചതച്ചപ്പോ അവർക്ക് സമാധാനമായി. അല്ല, സത്യൻ ഡോക്ടർ ഇനി ഒരിക്കലും ഇവിടെ വരില്ലേ? നാളെ വരും, പിന്നെ 2 ദിവസം കഴിയുമ്പോ പോകും. പ്രൊമോഷൻ കം ട്രാൻസ്ഫറാ. അത് നിങ്ങൾ അസോസിയേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ. എന്തായാലും അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഒരു കണക്കിന് നന്നായി. അതെന്തേ? അല്ല, അതെനിക്ക് മുമ്പേ പരിചയമുള്ള സ്ഥലമാണ്. ആണോ? ഓ, അപ്പൊ എന്താ സാർ ജോയിൻ ചെയ്യണമെന്ന്? നാളെ പോണം. മറ്റന്നാ ജോയിൻ ചെയ്യണം. എന്തായാലും ഞാൻ തികച്ചും യാദൃശികമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. ശരി ശരി സാറേ. ശീതളൻ ശീതളൻ എന്നും ചോദിക്കും സാറിനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല സാറേ. സാറിനെ പോലുള്ള ആളുകളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് മനസ്സിലൊരു വിഷമമുള്ളത്. ഈ
ഈ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ സാറിനെ പോലുള്ള ഡോക്ടർമാരും നഴ്സുമാരാണ് സഹായിക്കാനുള്ളൂ എന്നെങ്കിലും ഈ വിവരം കെട്ടുമാർക്കൊന്ന് ആലോചിക്കാറുന്നല്ല. പിന്നെ അങ്ങനെയുള്ള അക്രമമൊക്കെ ചെയ്യുമ്പോ അവർക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കാൻ ഒരു നിയമം ഇവിടെ ഇല്ല. അല്ല, നിയമമൊക്കെ ഉണ്ട്. ആശുപത്രി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ നിയമമൊക്കെ ഉണ്ട്. ജാമ്യമില്ലാണ്ട് അകത്ത് കിടക്കുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ നടപ്പാക്കാൻ ആരും വേണ്ടേ? അല്ലേ സാറേ? അതെ, സത്യത്തിൽ ഒരാൾക്കും ഒന്നും വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഈ ജോലിക്ക് ഇറങ്ങുന്നത് തന്നെ. പിന്നെ മനുഷ്യരല്ലേ, ഡോക്ടർമാരും മനുഷ്യരാണല്ലോ, എന്തെങ്കിലുമൊക്കെ കൈപ്പഴ പറ്റാതിരിക്കുമോ? പിന്നെ ഇവിടത്തെ കാര്യത്തിൽ സാറിന് കൈപ്പഴ പറ്റിയതെല്ലാം ഒന്ന് തെളിഞ്ഞില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലപ്പാ, ബോധ്യപ്പെട്ടല്ല. ഇപ്പൊ നഷ്ടപ്പെട്ടപ്പോ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ പോയി, അല്ലാതെ അവർക്കെന്താ? ഞങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ പോയി, അത്രേ ഉള്ളൂ. വേറൊരു കാര്യം, ആ പഴയ പരിപാടി ഒന്നും ഇനി വേണ്ട. ഇല്ല സാറേ, ആക്കാൻ നിർത്തിയേക്കേ. ആക്കാൻ നിർത്തിയേക്കേ. അതുപോലെ ഒരു കല്യാണമൊക്കെ കഴിക്ക്. ആഗ്രഹമില്ലാണ്ടല്ല സാറേ, ഇതുപോലെ ചീത്തപ്പേരുണ്ടാക്കിയ കിണവരുടെ മക്കൾക്ക് പെണ്ണ് കിട്ടണ്ടേ? നടക്കുന്ന ശരി സാറേ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ സാറിന് ഒരുപാട് പ്രിയം. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അതാണ്, ആ റിസൾട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സാർ ഇവിടെ എല്ലാവരോടും. അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ സാർ. അല്ല, നമുക്ക് ഫോണിൽ കോണ്ടാക്ട് ചെയ്യല്ലോ. അപ്പൊ ഓക്കെ ഓക്കെ സാറേ, ഇടയ്ക്കലൊന്നും ഇങ്ങോട്ട് വരണം. പിന്നെന്ത്? ശരി, ഇപ്പൊ നാളെ മുതൽ OP ടിക്കറ്റ് എടുക്കാൻ ആളൊന്നും ഉണ്ടാവില്ല, ആകെ ഉറങ്ങിയ പോലെ ഉണ്ടാവും. അല്ല, വരുന്നവർക്ക് മുഴുവൻ സത്യസാറിനെ കണ്ടാൽ മതിയല്ലോ. പിന്നെ ആൾക്കാരനെ കുറവുണ്ടാവില്ല. സത്യ സാർ ഉണ്ടോ നോക്കാൻ ആള് വരുമല്ലോ. നാളല്ലേ വരുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ വരണ്ടേ? എന്നാ ശരി. ശരി. ഓക്കെ, ശരി സാർ. ശരി സാർ. എന്താ എന്ത് പറ്റി? നെഞ്ചുവേദനയാ? എന്നോട് ക്ഷമിക്കണം. പഴയ വൈകാരികം ഒന്ന് മനസ്സിലാക്കണം ഡോക്ടറെ. സാറേ, സാറ് പോട്ടെ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. വേണ്ട, ഞാനവിടെ വരാം. എന്തായാലും നോക്കിയിട്ട് പോകും. മറിമായം